ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നാണ് ഇന്നിപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്ന യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക്. അതെ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം. ഓഫ് കോഴ്സ് അസമിൽ മറ്റൊരു സാഹചര്യമായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ പോലും പലതരത്തിലുള്ള എതിർപ്പുകൾ മുന്നണിക്കുള്ളിൽ രൂക്ഷമാകുന്നു. നമ്മൾ ഏറ്റവും അവസാനം വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ പൊളിയുന്നു, നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമാകുന്നു. ഇന്നിപ്പോൾ ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുമെന്ന് ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലാണ്. അദ്ദേഹം ഫെബ്രുവരി 4-ാം തീയതി ഈസ്റ്റ് ചമ്പാരനിൽ നടക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടിയിൽ ആതിഥേയനാകാൻ പോവുകയാണ്. അങ്ങനെ വളരെ രസകരമായിട്ട് രാഷ്ട്രീയം പുരോഗമിക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. നോക്കൂ, ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും, ഈ രണ്ട് യാത്രകളും സംഭവിക്കുന്നത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. ഭാരത് ജോഡോ യാത്ര യഥാർത്ഥത്തിൽ 4-5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ്, ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ റിജുവനേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണം രാജ്യത്തുടനീളം എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നൊരു പരിപാടിയാണ്. ആ പരിപാടി ഉണ്ടാക്കിയ ഒരു ഇഫക്റ്റ് കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യരൂപീകരണത്തിന്. അത് നിശ്ചയമായും വഴിവെച്ചിട്ടുണ്ട്. കാരണം ഉയർത്തെഴുന്നേൽക്കുന്നൊരു കോൺഗ്രസിനെ, പ്രതീക്ഷ നൽകുന്ന ഒരു കോൺഗ്രസിനെയാണ് എല്ലാവരും കണ്ടത്. ആ അർത്ഥത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ അത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് വന്നത്. എന്നാൽ അതിനുശേഷം ഭാരത് ന്യായ യാത്രയിലേക്ക് വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ അടുത്തു. അപ്പോൾ കൂടുതൽ ഒന്നിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തുന്നത്, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തുന്നത്. കുഴപ്പമില്ല. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്ന രീതിയിൽ, എല്ലാവരെയും ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ ആ യാത്രയെ മാറ്റിയെടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പലപ്പോഴും അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പരിപാടിയായി അവസാനിച്ചു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇപ്പോൾ എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഈ പറയുന്ന യാത്രയ്ക്കെതിരെ നിൽക്കുന്നത്? ഇപ്പോൾ മാൽഡയിൽ മമതാ ബാനർജിയുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ ബരാംപൂരിലാണ്, മുർഷിദാബാദിലെ ബരാംപൂരിലാണ് അടുത്ത പരിപാടി. അവിടെയും ഈ പറയുന്ന ഇത് നിഷേധിച്ചിട്ടുണ്ട്. അവിടെ അന്നത്തെ ദിവസം മമതാ ബാനർജി ഉണ്ട് എന്നാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ഈ മാൽഡയും മുർഷിദാബാദും കോൺഗ്രസിൻ്റെ ബാസ്റ്റിയൻസാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ശക്തിയുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അവിടെ ഇതിനോടകം തന്നെ വലിയ കലാപങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ സംഘർഷങ്ങളും, കലാപങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് വലിയതല്ല അർത്ഥത്തിലല്ല, ചെറിയ ചെറിയ സംഘർഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പോസ്റ്റർ വലിച്ചു കയറുക, പ്രവർത്തകരെ ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിൽ. യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ബംഗാളിലേക്ക് വരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ഷെഡ്യൂൾ അങ്ങ് പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരു യാത്ര അങ്ങ് നടത്തുകയാണ്. അങ്ങനെയല്ലല്ലോ മമതാ ബാനർജി ആ വാർത്ത അറിയേണ്ടത്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി അവിടെ ക്ഷണിക്കപ്പെടണമായിരുന്നു. മമതാ ബാനർജി ക്ഷണിച്ചിട്ടില്ല. അത് വ്യക്തിപരമായി പോലും അവർ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ദീദി എന്ന് അവരെ തന്നെ അവർ സംബോധന ചെയ്തിട്ട് ഐ എം കമ്മിങ് ടു ബംഗാൾ ദീദി എന്ന് പറയാമായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മമതാ ബാനർജി ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു കത്തയക്കുന്നുണ്ട്, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇടപെട്ടിട്ട് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല അതിനകത്ത് താങ്കൾക്കും ഗാന്ധി കുടുംബത്തിനും ഇടയിലുള്ള ബന്ധം എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറയുന്നുണ്ട്, ആ കത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളൊരു മര്യാദ അവിടെ കാണിച്ചിട്ടില്ല. ബീഹാറിൽ നിതീഷ് കുമാറിനെ അറിയിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തി പ്രകടനമായി അതിനെ മാറ്റുന്നതിന് പകരം ഏകപക്ഷീയമായി ഈ യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ ആക്ഷേപങ്ങളുണ്ടാവും, മുന്നണിക്കുള്ളിൽ പരിഭവങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പം ഈ ന്യായയാത്ര നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേറ്റം അൺഫോർച്ചുനേറ്റാണ്. ഞാനിപ്പോൾ ഇത് കാണുന്നത് ഒരു ഡിസിൻറ്റഗ്രേറ്റഡായ പ്രതിപക്ഷം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല വഴിക്ക് പോകുന്ന പ്രതിപക്ഷ പാർട്ടികളായിരുന്നു 2019 അല്ലെങ്കിൽ 2014 2019 ദേശീയ രാഷ്ട്രീയം കണ്ടതെങ്കിൽ 2024 ഒരു പ്രതീക്ഷയ്ക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ തേരോട്ടത്തിനെതിരെ ഒരു വലിയ പ്രതിരോധം തീർക്കാൻ പോകുന്നു. ഒരു പക്ഷേ അത്ഭുതകരങ്ങളായ അട്ടിമറികൾ പോലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നൊരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബംഗാളിൻ്റെ വഴിക്ക്, പഞ്ചാബ് പഞ്ചാബിൻ്റെ വഴിക്ക്, ഡൽഹിയുടെ വഴിക്ക്, ബീഹാറിൻ്റെ വഴിക്ക് എന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും ഡൽഹിയിലുമൊക്കെ ഒരു ധാരണയിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞാൽ കൂടിയും കൂട്ടായൊരു പ്രതിപക്ഷം, അതിശക്തമായൊരു പ്രതിരോധം
എന്ന ആ ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ ഈ ഘട്ടത്തിലെങ്കിലും പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതൊട്ടും വളരെ ആശങ്കാകുലമായൊരു സാഹചര്യമാണുള്ളത്. ഏകപക്ഷീയമായി വീണ്ടും BJPക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഇവിടെ എടുക്കേണ്ട മുൻകൈ എടുത്തിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.